ഇപ്പോൾ യാത്രകൾ പോകുന്ന ഒരു അന്നമ്മയുണ്ട് ഈ ആരോഗ്യസ്ഥിതിയിലും കുറേ പേരെ കൂട്ടിയിട്ട് യാത്ര പോകാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് എനിക്ക് തോന്നുന്നു അന്നമ്മ ഓരോ സെക്കൻഡ്സും അംശിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് സത്യമാണ്. അതായത് എൻ്റെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അസറ്റ് ഓരോരുത്തർ പറയും. ചിലർ കാറായിരിക്കും, ചിലർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താവും, സ്വർണ്ണങ്ങളാവും, സ്ഥലങ്ങളായിരിക്കും അല്ലേ. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയത് അസുഖങ്ങളാണ്. അതായത് അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നും അമ്മയുടെ ഫാമിലിയിൽ നിന്നും നമ്മൾ ശരിക്കും ഒരു ഫോട്ടോസ്റ്റാറ്റ് ആണല്ലോ അവരുടെ. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, ആസ്മയുണ്ട്, അലർജി ഉണ്ട്, സൈനസൈറ്റിസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. പിന്നെ അമ്മയുടെ ഫാമിലിയിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻ ആണല്ലോ എൻ്റെ പ്രസവത്തിൽ വന്നത്. യൂട്രസ് റിമൂവ് ചെയ്താണ് അമ്മയുടെ അമ്മയും അമ്മയുടെ സഹോദരിമാരൊക്കെ. എനിക്കും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. ഇതൊക്കെ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് വന്നിട്ടില്ലാണ്. പിന്നെ അല്പം നൊസ്സും ഉണ്ടല്ലോ, രജനീഷ് പറഞ്ഞു, അതും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഈ ഒരു നൊസ് എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല, ആ നൊസ് ഉള്ളത് കൊണ്ടാണ് രജനീഷും ഞാനും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ആദ്യമേ കിട്ടിയിരുന്നു. 20 വയസ്സിൽ തന്നെ എനിക്ക് ആസ്മ തുടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും. പക്ഷെ ഒരു 35-40 വയസ്സ് വരെ ഷുഗറും കൊളസ്ട്രോളും എന്നെ ശരീരത്തെ ബാധിക്കാതെ ഞാൻ നോക്കിയിരുന്നു. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും ഈ വാരി വലിച്ച് തിന്നാലും എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ, നല്ല നമ്മൾ തന്നെ പണിയെടുത്തുണ്ടാക്കുന്ന നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, സമാധാനമുള്ള മനസ്സ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാനുള്ള ഒരു സംഭവം. അങ്ങനെയുള്ള സമയത്താണ് ഒരു 3 വർഷം മുമ്പ് നമ്മൾ എക്സസൈസ് ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് റോഡിൽ വീണു. കണ്ടില്ലേ, കാണുന്നുണ്ടല്ലോ. 4ആയിട്ട് ഈ കൈ ഒടിഞ്ഞു പോയി. അതായത് നമുക്കൊരു കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, തുടർച്ചയായിട്ടുള്ള പ്രസവവും അങ്ങനെയുള്ള 4ആയിട്ട് ഒടിഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് നമ്മൾ മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടർ കമ്പിയൊക്കെ ഇട്ട് കൂട്ടി യോജിപ്പിച്ച് തന്നു. അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് എനിക്ക് സിവിയർ അലർജിയാണ്, മെറ്റൽ അലർജിയാണ്, ഈവൻ ചിലപ്പോൾ പ്ലാസ്റ്റിക് പോലും അലർജിയാണ്, ഒരുപാട് മെഡിസിൻ അലർജിയാണ്, നിക്കൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡും അലർജിയാണ്. ഈ സാധനം ഇട്ടു, കമ്പി ഇട്ടു, നോക്കി പ്ലാസ്റ്റർ ഇടൂലോ അല്ലേ, 45 ദിവസം പ്ലാസ്റ്റർ ഇട്ട് പിറ്റേ ദിവസം എൻ്റെ പ്ലാസ്റ്റർ ഇവർക്ക് പൊളിക്കേണ്ട വന്നു. അതായത് എനിക്ക് ഒന്നും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് മൊത്തം ചൊറിഞ്ഞ് തടിച്ച് ബൾജ് ചെയ്തു എന്നിട്ട് അടുത്ത ഈ മുറിവ് ഉണങ്ങുന്നവരെ ജസ്റ്റ് ഒരു സപ്പോർട്ടിലാണ് നമ്മൾ കൊണ്ടു നടന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലൊടിഞ്ഞാൽ എത്ര ദിവസം പ്ലാസ്റ്റർ ഇടുക? 45 ദിവസം അല്ലേ. എൻ്റെ 45 ദിവസത്തിൽ 6 മാസം എടുത്തു എൻ്റെ എല്ല് കൂടാൻ. ആ 6 മാസം വരെ നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. എന്നാലും നമ്മൾ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് വീഴുകയും ചെയ്തു, അത് വേറെ കാര്യം. 6 മാസത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു എല്ല് കൂടി, എന്നാൽ പോലും വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ പറഞ്ഞില്ല, നമ്മൾ പലവിധ ബിസിനസ് ഉണ്ട്, എൻ്റർപ്രണർ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെയും നാട്ടിലുള്ള ഒരുപാട് കുശവ കുംഭാര സമൂഹത്തിൽ ഒത്തിരി പേരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രോഡക്റ്റ്സ് എടുത്ത് നമ്മൾ അവർ ചോദിക്കുന്ന വിലയ്ക്ക്, ഇപ്പോൾ മൺപാത്രങ്ങളെക്കുറിച്ച് ഒരുപാട് കോൺട്രഡിക്ഷനൊക്കെ നടക്കുകയാണല്ലോ അല്ലേ. നമ്മൾ കൺമുമ്പിൽ കണ്ട് നമ്മുടെ കൺമുമ്പിൽ അവരുണ്ടാക്കി തന്ന സാധനങ്ങൾ നമ്മൾ സീസൺ ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് മുതൽ ഒരു 18 വയസ്സ് മുന്നേ നമ്മൾ പണിയെടുത്താണല്ലോ ജീവിച്ചത്. അപ്പോൾ നമുക്ക് കൈ ഉണ്ടാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് മയക്കി സെറ്റാക്കിയിട്ട് ഹസ്ബൻഡ് പാക്ക് ചെയ്ത് വിട്ടിരുന്നത്. കൈ ഇല്ലാതായപ്പോൾ പിന്നെ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടെയുള്ളവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്താൽ ശരിയാവും എന്നൊരാളുടെ മനസ്സിലുണ്ടെങ്കിൽ സത്യത്തിൽ അതൊരു കഷ്ടമാണ് അല്ലേ. അപ്പം അതെ, അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ ചെയ്ത് ശരിയാവാതെ ഞാൻ ഒരു 5-6 ചട്ടി എടുത്ത് മയക്കി പൊക്കിയപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ 1, 2, 3 ഈ നമ്മളിട്ട സ്റ്റീലുണ്ടല്ലോ, ടൈറ്റാനിയമാണ്. സ്റ്റീലിടാൻ ടൈറ്റാനിയം വളഞ്ഞ് അതിൻ്റെ സ്ക്രൂ പുറത്ത് വന്നു, പച്ച ഇറച്ചിയിൽ കൂടെ പുറത്ത് വന്നു. എമർജൻസി ആയിട്ട് പോയിട്ട് എന്ത് റിമൂവ് ചെയ്തു? നമ്മുടെ ടൈറ്റാനിയം റിമൂവ് ചെയ്തു. സത്യത്തിൽ 1.5 വർഷം വരെ ഈ ടൈറ്റാനിയം നമ്മുടെ ഉള്ളിൽ ഇടണം. നോർമലി 1 വർഷം മതി. കാരണം എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ സാധനം 6 മാസം ആവുന്നതിന് മുമ്പ് പുറത്ത് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാം, ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട വന്ന് ഞാൻ ചാക്ക് നൂലും കൊണ്ട് തയ്ക്കേണ്ട വരുന്നത്, ദയവിധി നീ ഒടിഞ്ഞും ചാഞ്ഞു. കാരണം അത്രമാത്രം കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഇതുണ്ടായ സമയത്ത് ടൈറ്റാനിയം നോർമലി അലർജി അല്ല, പക്ഷേ എന്നിട്ട് പോലും എനിക്ക് അലർജി. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ടൈറ്റാനിയത്തിൽ എന്തുണ്ട്? നിക്കൽ കണ്ടുണ്ട്. എനിക്ക് നിക്കൽ അലർജിയാണ്. അപ്പോൾ ഈ സാധനം ഇവിടെ വെക്കുകയും വേണം, റിമൂവ് ചെയ്യാനും പറ്റില്ല. അതിനെന്ത് ചെയ്തു? സ്റ്റിറോയിഡ്സ്, ഹൈ ഡോസ് സ്റ്റിറോയിഡ്സും ആൻറ്റിബയോട്ടിക്കും തന്നു. എന്ത് അലർജി കൂടാതിരിക്കാൻ. ആ സ്റ്റിറോയിഡാണ് എൻ്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുവരെ നമ്മൾ കൺട്രോൾ ചെയ്തു, എക്സസൈസിനും ഡയറ്റിൽ നിന്നു. അന്ന് മുതൽ നമ്മൾ തുടങ്ങി. ഇപ്പോൾ 3 വർഷമായിട്ട് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്,
പിന്നെ ഈ പറഞ്ഞ അസുഖങ്ങൾ, അതായത് അടി തൊട്ട് മുടി വരെ എല്ലാം ഉണ്ട്. പിന്നെ വട്ടുമുണ്ട്, നാക്കിന് മാത്രം പ്രത്യേകിച്ച് കുഴപ്പമില്ല. വട്ട് കുറച്ച് നാക്കിലേക്ക് ആ പകർന്നിട്ടുണ്ട്. അത് തന്നെ, തീർച്ചയായിട്ടും. ഈ പല കവിതകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ചിലതൊക്കെ ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോഫ്റ്റ് ആയിട്ടുള്ള കവിതകളും ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള അല്ലേ? ആ അതെ 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 അതെ. അല്ല, ഞാൻ ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. രജനീഷ് ഇങ്ങനെ വിചാരിക്കുന്നത് ദൈവം കുരിശായി രണ്ടാമത് വന്നു. രജനീഷിന് ഇത്രയും 40 കവിതകളുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ രജനീഷിന് ഇനി അത് വായിക്കണം എന്ന് തോന്നിയത്, ആ വായിച്ചിട്ടും അതിൽ നിന്റെ ഒരു ഫീലിൽ നിന്നും പുറത്തു പോകാത്ത കവിത ഏതാണ്? എനിക്ക് അങ്ങനെ പറയാൻ വയ്യ, കാരണം പക്ഷേ ഇതിൽ ഫീലിൽ നിന്ന് പുറത്തു പോകാത്തത് ഞാൻ ഈ പറയുന്ന കവിത തന്നെയാണ്. അതായത് അതെന്താ വെച്ചാൽ അത് വായിക്കുന്ന സമയത്താണ് ഈ പുസ്തകം ഗൗരവമായിട്ട് വായിക്കേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കെന്നെ ഭയമാണ്, എൻ്റെ സത്യങ്ങളെ, എൻ്റെ മൂകതയെ, എൻ്റെ ഭയമില്ലായ്മയെ, എന്നെ ഒന്നാകെ. 100% സത്യമാണ്. കാര്യം നമുക്ക് പേടിയുള്ളപ്പോഴാണ് നമ്മൾ നുണ പറയുന്നത്. എനിക്ക് ആരെയും പേടിയില്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാനത് വെട്ടി തുറന്ന് പറയും. അതിൽ എന്നെക്കുറിച്ച് ഓർത്തുള്ള ഭയമല്ല. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ചുറ്റും നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവരെക്കുറിച്ച് എനിക്കൊരു കരുതലും ഭയവും വേണ്ടേ? ഞാൻ വിളിച്ച് പറഞ്ഞത് കൊണ്ട് എൻ്റെ മകനോ മകൾക്കോ ഭർത്താവിനോ എൻ്റെ കുടുംബത്തിലെ ആർക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് ഭയങ്കര പേടിയാണ്. ആരും എന്നോട് ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഒരു കോമാളി വേഷം കെട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ആടുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം ഒന്ന് തന്നെയാണ്. ഞാനിങ്ങനെയല്ല, ഞാൻ ഈ സീരിയസ് ആയിട്ടുള്ള അന്നമ്മയല്ല. ഒരുപാട് വേദനിച്ച, ഒരുപാട് ദേഷ്യവും സങ്കടവും പകയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അന്നമ്മയല്ല ഇപ്പോൾ ചാനലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, സമൂഹത്തിൽ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. കാരണം ഇപ്പം താങ്കൾ ഈ ചോദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത് താങ്കൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലത്. ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സത്യമേ പറയുള്ളൂ. ആ സത്യം പറയുന്ന അന്നമ്മ എനിക്ക് ഉറപ്പായിട്ടും ഭയമാണ്. ഈ പുസ്തകം വായിക്കാൻ എനിക്ക് പേടിയുണ്ട്. ആ പേടിയുള്ളതുകൊണ്ടായിരിക്കും ബാക്കി ബാക്കി ഇനി ഇരിപ്പുണ്ട് കേട്ടോ, ബാക്കി ഇരിപ്പുണ്ട്. പുസ്തകം വായിക്കാൻ ഉള്ള പേടിയല്ല രജനീഷ പറയുന്നത്. മറ്റൊരാളുടെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ ഇന്നും അവരെ ഹോണ്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതവും അവരുടെ ചുറ്റുമുള്ള ജീവിതവും ബാധിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഏതൊരു കുഞ്ഞിനെ പോലെയും ഈ ലോകത്തിലേക്ക് അനുവാദമില്ലാതെ, എന്നോട് ആരും അനുവാദം ചോദിച്ചിട്ടാണ് എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുവന്ന അനുവാദം ചോദിച്ചിട്ടാണോ? അനുവാദമില്ലാതെ സന്തോഷത്തോടെ കടന്നു വന്ന ഒരു കുഞ്ഞ്, അതാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ആ കുഞ്ഞിനെ ഈ രീതിയിലേക്ക് ആക്കിയത് ആരാണ്? ഞാനാണോ? എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഞാനാണോ? അല്ല, എനിക്ക് ചുറ്റുമുള്ളതാണ് ഈ സമൂഹമാണ്. സോ ഞാനിങ്ങനെ ആയതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിനക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയുമ്പോൾ നിനക്ക് ഭയമുണ്ട്. ആരോട്? എന്നോട് ഭയമുണ്ട്, സമൂഹത്തിനോടുണ്ട്, ഈവൻ നിൻ്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് പോലും നിനക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഭയമുണ്ട്. ആ ഭയം ഇല്ലാതാക്കണമെങ്കിൽ ആരൊക്കെ ശ്രമിക്കണം? ഇത് കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരും ശ്രമിക്കണം. ഇതുപോലെ ഒരു അന്നമ്മ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കണം. ഈ അനുഭവവും തീച്ചൂളയുടെ ഇന്നും വേവുന്ന ഓർമ്മകളും. എനിക്ക് ഉറങ്ങണമെങ്കിൽ എന്ത് കഴിക്കണം? ഉറക്ക ഗുളിക തന്നെ വേണം. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും എൻ്റെ ഉറക്കം കെടുത്തുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി ഞാനാണോ? ഞാൻ വെറും സാധാരണ ഒരു സ്ത്രീയാണ്. എന്നെ അസാധാരണമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയത് ഈ സമൂഹമാണ്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ രജനീഷും അതിനെ ഒരു കണ്ണി തന്നെയാണ്. രജനീഷ് പേടിക്കണം. പേടിക്കാതിരിക്കണമെങ്കിൽ കാണുന്ന, കേൾക്കുന്ന, ചിന്തിക്കുന്ന എല്ലാവരും കരുതണം. എല്ലാവരും സുരക്ഷിതരായിരിക്കണം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാതെ പുസ്തകം വായിക്കാതെ ഒളിച്ചോടിയത് കൊണ്ട് സത്യം മൂടി വയ്ക്കപ്പെടുന്നുണ്ടോ? സത്യം സത്യം തന്നെയാണ്. അതിന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർത്താം. അന്നമ്മയുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ തുടങ്ങിയപ്പോൾ രജനീഷ് ഭയങ്കര കോൺഫിഡൻസോടെ അന്നമ്മേനെ ഇടിച്ച് തകർക്കാൻ പാകത്തിനൊരു പുഞ്ചിരിയോടെ നിന്ന രജനീഷിന്റെ മുഖം ആകെ മാറി അല്ലേ? രജനീഷിന്റെ മനസ്സിൽ നിന്നുള്ള ആ വേവും ചൂടും രജനീഷിന്റെ മുഖത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ അന്നമ്മ എത്തിയത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് വല്ല കുലുക്കമുണ്ട് രജനീഷ് ഉണ്ടോ? ഞാനിപ്പോഴും ചിരിച്ചോണ്ടല്ലേ. ഇപ്പോഴും ഒരു ഫുഡ് കിട്ടിയാൽ, ഒരു വിഭവം കിട്ടിയാൽ, നിങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാം തയ്യാറാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ വളരെ ആസ്വദിച്ച് ഞാൻ
അത് ഹാൻഡിൽ ചെയ്യും. ഇപ്പോഴും ഞാൻ സന്തോഷത്തിൽ എൻ്റെ ഈ ചിരി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് തന്നെയാണ്. എന്താണെന്നറിയോ, എനിക്കറിയാം ഞാൻ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പാസ്റ്റിൽ ജീവിച്ചാൽ ഒരുപാട് പേര് ജീവിക്കാതിരിക്കേണ്ടി വരും. ഞാൻ ഫ്യൂച്ചറിൽ ജീവിച്ചാൽ ഒരുപാട് പേര് പേടിക്കേണ്ടി വരും. സോ ഞാൻ ജീവിക്കുന്ന ഈ ഒരു നിമിഷത്തിലാണ്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രതീക്ഷ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. അതിപ്പോൾ 46 വയസ്സ് 47 വയസ്സിൽ അത് അവസാനിക്കുകയാണെങ്കിൽ പോലും ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ നിയോഗം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാന ശ്വാസം വരെ ഞാനത് ചെയ്യും, ഒരു പേടിയില്ലാതെ, സന്തോഷത്തോടെ. മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ തുടരുക, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക, വ്ലോഗ് ചെയ്യുക, യാത്രകൾ പോവുക, സംരംഭമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, കൂടെ ചേർത്ത് നിർത്തുക. താങ്ക് യു. നന്ദി. ഇടയിൽ വിട്ടുപോയില്ലേ മുത്ത? ഞാൻ അപ്പളേ പറഞ്ഞ പുലിവാല് പിടിക്കുന്നത്. അന്നമ്മ ഞാൻ നമിച്ചു. വേണ്ട വേണ്ട, കഴിക്കാൻ പാക്കപ്പ് ചെയ്യല്ലേ.